മതിൽ പുനർനിർമ്മാണം പാതിവഴിയിൽ നിർത്തിയതിനെ തുടർന്ന് കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡിൽ നിന്ന് റെയിൽവേ അണ്ടർബ്രിഡ്ജ് വരെയുള്ള നടപ്പാത അപകടാവസ്ഥയിൽ. കരിങ്കല്ലും മണ്ണും കൂട്ടിയിട്ടതിനാൽ കാൽനടയാത്രക്കാർക്ക് നടപ്പാത വഴി നടക്കാൻ കഴിയാതെ റോഡിലിറങ്ങി നടക്കേണ്ടി വരുന്നു. ഇത് ഏത് സമയത്തും അപകടത്തിന് കാരണമാകാം. റെയിൽവേയുടെ സ്ഥലത്തെ മതിലിനോട് ചേർന്നിരുന്ന മരം മുറിക്കാനാണ് പഴയ അപകടാവസ്ഥയിലായ മതിൽ പൊളിച്ചുമാറ്റി പുതിയ മതിൽ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചത്. അണ്ടർബ്രിഡ്ജ് ഭാഗത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കാനും വഴി വീതി കൂട്ടാനും മതിൽ കുറച്ച് പിറകിലേക്ക് മാറ്റണമെന്ന ആവശ്യം കോർപ്പറേഷൻ ഉന്നയിച്ചിരുന്നു. എന്നാൽ ഈ ആവശ്യം റെയിൽവേ പരിഗണിച്ചില്ല. ഇതിനെ തുടർന്ന് മേയറും ഡെപ്യൂട്ടി മേയറും കൗൺസിലർമാരും ചേർന്ന് നിർമ്മാണം തടഞ്ഞു. കോർപ്പറേഷനും റെയിൽവേയും തമ്മിൽ തർക്കം നിലനിന്നു. ഈ ശീതസമരത്തിനിടെ കെ സുധാകരൻ എംപിയുടെ ഇടപെടലിനെ തുടർന്ന് നിർമ്മാണം താൽക്കാലികമായി നിർത്തിവെച്ചു. റെയിൽവേയും കോർപ്പറേഷനും നമ്മളൊരു ശീത സമരത്തിന്റെ ഭാഗമായിട്ടാണ് ഈ നടപ്പാതയുടെ പണി നിർത്തിവെച്ചെന്ന് മനസ്സിലാക്കുന്നു. ഈ വെള്ളക്കെട്ടുള്ള അണ്ടർബ്രിഡ്ജിലൂടെ ജനങ്ങൾ മുട്ടോളം മുണ്ട് പൊക്കിക്കൊണ്ട് നടക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് അല്പം മാറ്റം വരാൻ വേണ്ടി ബഹുമാനപ്പെട്ട കണ്ണൂർ കോർപ്പറേഷന്റെ പുതിയ മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര റെയിൽവേയോട് ഒരു 10 അടി വഴി അല്ലെങ്കിൽ 5 അടി വഴി ബാക്കോട്ട് മാറ്റി കെട്ടണമെന്ന് പറഞ്ഞതിന്റെ ഒരു മരക്കടമുഷ്ടിയിലാണ് റെയിൽവേ ഇത് അനുവദിക്കാതെ ഇത് നിലച്ചിരിക്കുന്നത്. ജനങ്ങൾ നടക്കുന്ന അവസ്ഥ നമുക്കറിയാം. ഇതിലൂടെ കടന്നു പോകുന്ന ആളുടെ അവസ്ഥ, പ്രായമുള്ള ആളുകളൊക്കെ ഇതിനെ മറ്റു പറഞ്ഞ വാഹനത്തിൻ്റെ ഇടയിലേക്ക് തലകറങ്ങി വീഴുന്ന ഒരു അവസ്ഥയിലേക്കാണുള്ളത്. ആ റെയിൽവേ ഇതുവരെ 2 മാസമായിട്ടും പണി തൽക്കാലം നിർത്തിവെച്ചെങ്കിലും അതിന് റെയിൽവേ ഒരു അനുമതി കൊടുക്കാത്തതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്നിവിടെ ഈ അവസ്ഥ ജനങ്ങളെ അനുഭവിക്കുന്ന ഈ ദുരവസ്ഥ എന്ന് ഇവിടെ പറയാതിരിക്കുന്ന വൃത്തിയില്ല. സ്ഥലം ലീസിന് നൽകിയതിനാൽ വിഷയത്തിൽ റെയിൽവേക്ക് സാങ്കേതികമായി നേരിട്ട് ഇടപെടാൻ കഴിയില്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് പ്രശ്നം പരിഹരിക്കുന്നത് വൈകുന്നതും നടപ്പാത തകർന്ന നിലയിൽ തുടരുന്നതും. കാൽനടയാത്രക്കാർക്ക് സുരക്ഷിതമായി നടക്കാൻ സൗകര്യമില്ല. കുറഞ്ഞത് തകർന്ന സ്ലാബുകളെങ്കിലും മാറ്റി വഴിയെ സുരക്ഷിതമാക്കണമെന്ന ആവശ്യം ശക്തമായി ഉയരുന്നു. അധികാരികൾ അടിയന്തരമായി ഇടപെട്ട് അപകട ഭീഷണി ഒഴിവാക്കണമെന്നാണ് കാൽനടയാത്രക്കാരുടെ ആവശ്യം. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ. വീട് നിങ്ങളുടെ അഭിമാനം, ഒപ്പം ഞങ്ങളുടെയും. വീടും പരിസരവും പ്രകൃതിയുടെ വൈവിധ്യം കൊണ്ട് സമ്പന്നമാക്കാൻ ടണൽ ആഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി. ബോൺസായി, ഓർണമെന്റൽ, എക്സോട്ടിക്, ഇൻഡോർ, ഔട്ട്ഡോർ ഫ്രൂട്ട് പ്ലാന്റുകളുടെ വിപുലമായ ശേഖരം. ലാൻഡ്സ്കേപ്പിംഗ്, ഡിസൈനിംഗ് ആൻഡ് ഗാർഡനിംഗ് രംഗത്ത് വിദഗ്ധരുടെ സേവനം. ഇനി നിങ്ങളുടെ പൂന്തോട്ടം മനസ്സുപോലെ മനോഹരം. The biggest nursery in Kannur district since 1997, approved by Government of Kerala.